അപ്പൊ നമ്മൾ ഇവിടുന്ന് ഈ ഹജ്ജിന് പോകുമ്പോൾ ഉണ്ടാകുന്ന ഏറ്റവും വലിയ പ്രശ്നങ്ങളിൽ ഒന്ന്, ഏറ്റവും കോമൺ ആയിട്ടുള്ള പ്രശ്നങ്ങളൊന്ന് നേരത്തെ ഞാൻ പറഞ്ഞ പോലെ വൈറൽ ഇൻഫെക്ഷൻ ആണ്. ചുമയും തൊണ്ടവേദനയും പനിയുമാണ്. അതിനുള്ള കാരണം ഞാൻ പറഞ്ഞു, അതിന് വാക്സിൻ എടുക്കാം എന്ന് പറഞ്ഞു. ഇനി അതിന് നമുക്ക് മറ്റൊരു കാര്യം മാസ്ക് ആണ്. മനസ്സിലായില്ലേ? മാസ്ക് ഉപയോഗിക്കുക എന്നുള്ളതാണ്. പക്ഷേ ഈ മാസ്ക് ഉപയോഗിക്കുന്നത് നമ്മൾ വളരെ സെലക്റ്റീവ് ആയിട്ടാണ് ഉപയോഗിക്കേണ്ടത്. ഫോർ എക്സാമ്പിൾ, നമുക്ക് വളരെ ക്രൗഡഡ് ആയിട്ടുള്ള, നമ്മൾ എല്ലാ സമയത്തും ഹോട്ടലിൽ ഇരിക്കുമ്പോഴും റൂമിലിരിക്കുമ്പോഴും അങ്ങനെ നമ്മൾ മാസ്ക് ഉപയോഗിക്കേണ്ട ആവശ്യമില്ല. നമ്മളൊരു ക്രൗഡഡ് ആയിട്ടുള്ള, ജനം തിങ്ങി നിൽക്കുന്ന ഒരു സാഹചര്യത്തിൽ എത്തുമ്പോൾ മാത്രം നമ്മൾ മാസ്ക് ഉപയോഗിച്ചാൽ മതി. അതല്ലാത്ത സമയത്ത് മാസ്ക് ഉപയോഗിക്കണം നിർബന്ധമില്ല എന്നാണ് ഞാൻ പറയുക. കാരണം മാസ്ക് ഇങ്ങനെ റിപ്പീറ്റഡ് ആയിട്ട് ഉപയോഗിച്ചാൽ അതുകൊണ്ടും ചില പ്രശ്നങ്ങളൊക്കെ ഉണ്ടാവാം. പിന്നെ മറ്റൊന്ന്, മാസ്ക് നമ്മുടെ അപ്പുറത്തും ഇപ്പുറത്തുമുള്ള ആളുകൾ ചുമയ്ക്കുന്നത് കണ്ടു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും ഈ ചുമ വന്നിട്ട് വൈറൽ ചുമയായിരിക്കും. അത് അങ്ങോട്ടും ഇങ്ങോട്ടും പടരാൻ വളരെ സാധ്യതയുണ്ട്. അത്തരം സാഹചര്യങ്ങൾ നമ്മൾ മാസ്ക് ഉപയോഗിക്കുകയാണെങ്കിൽ അത് നമ്മൾക്ക് വരാതെ നമുക്ക് തടയാൻ കഴിയും. അപ്പോൾ ഈ ഏറ്റവും വലിയ പ്രശ്നമായ ഈ ചുമയെ നമുക്ക് തടയാൻ നമ്മൾ ഈ പറഞ്ഞ കാര്യങ്ങളാണ് ചെയ്യേണ്ടത്. ഇനി രണ്ടാമത്തെ ഏറ്റവും വലിയ പ്രശ്നം നമുക്ക് ഭക്ഷണത്തിൽ കൂടി വരാവുന്നതാണ്, വെള്ളത്തിൽ കൂടി. ഇപ്പം നമ്മളെ ഒരു വയറിനുള്ള അസ്വസ്ഥത ഏറ്റവും കൂടുതൽ ഉണ്ടാകുന്നത് നമുക്ക് ഈ വെള്ളത്തിൽ കൂടിയോ ഭക്ഷണത്തിൽ കൂടിയോ രോഗാണുക്കൾ വരുന്നത് കൊണ്ടാണ്. അപ്പോൾ സേഫ് ആയിട്ടുള്ള വെള്ളം മാത്രം കുടിക്കുക. നമ്മൾ അത് നമുക്ക് സേഫ് ആണെന്ന് ഉറപ്പുവരുത്തി. ഇപ്പൊ സംസം വെള്ളം നമുക്കറിയാം, അത് വളരെ സേഫ് ആയിട്ടുള്ള വെള്ളമാണ്. അതേപോലെ തന്നെ ഹോട്ടലിൽ നിന്നോ മറ്റോ നമ്മൾ നല്ല വെള്ളം മാത്രം, അത് പ്യൂരിഫൈഡ് ആണ് അല്ലെങ്കിൽ ഫിൽറ്റേർഡ് ആണ് എന്ന് മനസ്സിലാക്കിയ വെള്ളം മാത്രം കഴിക്കുക. കാരണം പ്രത്യേകിച്ച് ഈ പിൽഗ്രിമേജ് ഉള്ള ഒക്കേഷനിലൊക്കെ ഏറ്റവും കൂടുതൽ വാട്ടർ ബോൺ ഡിസീസ് ആണ്, വെള്ളത്തിൽ കൂടിയും ഭക്ഷണത്തിൽ കൂടിയാണ്. അതേപോലെ തന്നെ ഭക്ഷണവും വളരെ സേഫ് ആണെന്ന് ഉറപ്പുവരുത്തുക എന്നുള്ളതാണ് അതിനെക്കുറിച്ച് പറയാൻ. അപ്പൊ ഈ രണ്ട് കാര്യങ്ങളിൽ നമ്മൾ വളരെയധികം ശ്രദ്ധ പുലർത്തുകയാണെങ്കിൽ നമുക്ക് ഇത്തരം ഒരുപാട് പ്രശ്നങ്ങളിൽ നിന്നൊക്കെ നമുക്ക് ഒഴിവാകാൻ പറ്റും. പിന്നെ ഈ മാസ്ക് ധരിക്കേണ്ട പ്രത്യേകിച്ച് കൂടുതലായിട്ട് എനിക്ക് പറയാനുള്ളത്, നേരത്തെ പറഞ്ഞ പോലെ തന്നെ കിഡ്നി പേഷ്യൻസോ അല്ലെ ഹാർട്ട് പേഷ്യൻസോ അല്ലെങ്കിൽ ഈ പോലെ ആസ്മ പോലെയുള്ള രോഗങ്ങളുള്ള ആളുകൾ ആ കാര്യത്തിൽ ഒന്നുകൂടി ഒരു എക്സ്ട്രാ കെയർഫുൾ ആയിരിക്കണം.